ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭൂമിയെ സംരക്ഷിക്കുന്നതിനും സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പരിസ്ഥിതി ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയാർത്ഥം ന്യൂഡൽഹിയിലെ വസതിയിൽ പ്രധാനമന്ത്രി വൃക്ഷത്തൈ നട്ടു. സംസ്ഥാനത്തും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ. നാടിന്റെ വികസനം പ്രകൃതി സൌഹാർദ്ദം മുൻനിർത്തിയുള്ളതാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭീകരവാദത്തെ തടയാൻ പാകിസ്ഥാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്താത്ത പക്ഷം ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാവില്ലെന്ന് കോൺഗ്രസ് എംപി ശശി തരൂർ. കത്ര ബാരാമുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നാളെ ജമ്മു കാശ്മീരിൽ നിർവഹിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അസമിൽ പ്രളയ സാഹചര്യം രൂക്ഷം. 6 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. ഭൂമിയെ സംരക്ഷിക്കുന്നതിനും സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പരിസ്ഥിതി ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയെ ഹരിതാഭവും മെച്ചപ്പെട്ടതുമാക്കാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ നേർന്നു. पर्यावरण में संतुलन ये हमारी पुरातन परंपरा का एक अहम हिस्सा है. हम जो भी अपने लिए करते हैं उसका सीधा असर हमारे पर्यावरण पर भी पड़ता है. वर्ल्ड क्लाइमेट के प्रोटेक्शन के लिए ये बहुत जरूरी है कि दुनिया का हर देश निहित स्वार्थों से ऊपर उठकर सोचे. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ വൃക്ഷത്തൈ നട്ടു. ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിയുടെയും ഏക് പേഡ് മാ കെ നാം സംരംഭത്തിന്റെയും ഭാഗമായാണ് ആൽമരത്തൈ നട്ടത്. ആരവല്ലി പർവ്വത മേഖലയ്ക്ക് ചുറ്റുമുള്ള 5 കിലോമീറ്റർ ബഫർ സോണിലേക്ക് ഹരിത കവചം വ്യാപിപ്പിക്കുന്ന വനവത്കരണ പദ്ധതിയാണിത്. ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത സംരംഭത്തിന്റെ ഭാഗമായ 200 ഇലക്ട്രിക് ബസ്സുകളും പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ തന്റെ വസതിയിലും വൃക്ഷത്തൈ നട്ടു. ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ള വനിതകളാണ് പ്രധാനമന്ത്രിക്ക് വൃക്ഷത്തൈ സമ്മാനിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഓരോ പ്രവൃത്തിയും പ്രധാനമാണെന്നും ഭാവി തലമുറകൾക്കായി കൂടുതൽ ഹരിതാഭമായ ഭൂമിയെ സൃഷ്ടിക്കാൻ കൂട്ടായ പ്രവർത്തനം സഹായിക്കുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി സൌഹൃദ ശീലങ്ങൾ സ്വീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രീമതി മുർമു ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമം ഭൂമിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നാശം എന്നിവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിസ്ഥിതി ദിന സന്ദേശത്തിൽ പറഞ്ഞു. നാടിന്റെ വികസനം സുസ്ഥിരവും പ്രകൃതി സൌഹാർദ്ദം മുൻനിർത്തിയുള്ളതും ആകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2025 സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. അതേസമയം രാജ്ഭവനിൽ ഇന്ന് നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിവകുപ്പ് ഒഴിവാക്കി. സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന കൃഷിവകുപ്പിന്റെ ആവശ്യം രാജ്ഭവൻ നിരസിച്ചതിനെ തുടർന്നാണ് ചടങ്ങ് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായി ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി നിയോഗിച്ച 5 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി. ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും US കോൺഗ്രസിലെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ തടയാൻ പാകിസ്ഥാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്താത്ത പക്ഷം ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാവില്ലെന്ന് ശ്രീ തരൂർ പറഞ്ഞു. Our answer is very clear. We cannot talk to people who are pointing a gun at our heads. Until and unless there is a serious effort being made by Pakistan to dismantle the infrastructure of terrorism, to arrest some of the well-known figures who are on not only the United Nations Committee's list, but even in the US State Department's designated terrorist list. If they can't be arrested, if their bank accounts can't be frozen, if their training academies, training camps can't be shut down, if all of these things won't be done by Pakistan, why should we talk to them? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കാശ്മീർ സന്ദർശിക്കും. കത്ര ബാരാമുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കും. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് ബ്രിഡ്ജും ആംജിഗഡ് റെയിൽവേ പാലവും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും.
46,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം ഖത്രയിൽ തുടക്കം കുറിക്കും. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ്, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകുന്നേരം 3 മണിയോടെ അവസാനിക്കും. ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സ്ഥാനാർത്ഥികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി M. സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും മത്സരരംഗത്തുണ്ട്. വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം 19-ന് നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-നാണ് വോട്ടെണ്ണൽ. അസമിൽ കനത്ത മഴ തുടരുന്നതോടെ പ്രളയ സാഹചര്യം കൂടുതൽ രൂക്ഷമായി. 19 ജില്ലകളിലായി 6 ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത്. 7 ദിവസത്തിനിടെ 14 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ബ്രഹ്മപുത്ര ഉൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. റോഡ്, റെയിൽ, ഫെറി ഗതാഗത സംവിധാനങ്ങളെയും വെള്ളപ്പൊക്കം ബാധിച്ചു. 41,000 പേരാണ് സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സിക്കിമിൽ ചറ്റൈൻ മേഖലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുന്ന നടപടി പാക്യോങ് ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൽ ഇന്ന് ആരംഭിച്ചു. MI-17 ചീറ്റ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള ദൌത്യത്തിലൂടെ 40-ലേറെ പേരെ വിജയകരമായി ഒഴിപ്പിച്ചു. ഉച്ചയോടെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാച്ചുങ് മേഖലയിൽ കുടുങ്ങിയ 1,600ഓളം സഞ്ചാരികളെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചിരുന്നു. ചറ്റൈൻ മണ്ണിടിച്ചിലിൽ കാണാതായ 6 സൈനികർക്കായുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യത്ത് നിലവിൽ 4,866 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 1,487 കേസുകൾ കേരളത്തിലാണ്. ഡൽഹിയിൽ 562 കേസുകളും പശ്ചിമബംഗാളിൽ 538 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് 2027 നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. 2 ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഭാഗമായി ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും നടക്കും. 2027 മാർച്ച് 1 മുതലാണ് കണക്കെടുപ്പെങ്കിലും ജമ്മു കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ അതിശൈത്യ മേഖലകളിൽ 2026 ഒക്ടോബർ 1 തന്നെ ഇത് ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സുപ്രധാന നടപടികളെക്കുറിച്ചും പൌരശാക്തീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും വിശദമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ആവാസ് യോജന, ഉജ്ജ്വല യോജന, ജൻധൻ യോജന, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ സംരംഭങ്ങൾ ഭവന നിർമ്മാണം, ശുദ്ധമായ പാചക ഇന്ധനം, ബാങ്കിംഗ്, ആരോഗ്യ സേവനങ്ങൾ എന്നിവ ജനങ്ങളിൽ എത്തിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ എന്നിവ സുതാര്യതയും ആനുകൂല്യങ്ങളുടെ വേഗത്തിലുള്ള വിതരണവും ഉറപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ സംരംഭങ്ങൾക്ക് സാധിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എല്ലാ പൌരന്മാർക്കും അന്തസ്സോടെ ജീവിക്കാൻ അവസരമുള്ള സ്വയം പര്യാപ്തമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു. ഹജ്ജ് കർമ്മത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷത്തിനിടെ 11 പേർ മരിക്കാനിടയായ സംഭവം കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇത് സംബന്ധിച്ച് പൊതു താൽപര്യ ഹർജിയാണ് ഉച്ചകഴിഞ്ഞ് കോടതി പരിഗണിക്കുക. സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണവും കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാസയിൽ അടിയന്തരവും നിരുപാധികവുമായ സ്ഥിരം വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. ബ്രിട്ടൻ ഉൾപ്പെടെ മറ്റ് 14 അംഗരാജ്യങ്ങളുടെ പിന്തുണ പ്രമേയത്തിന് ഉണ്ടായിരുന്നു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. നിരായുധീകരണത്തോടുള്ള ഹമാസിന്റെ വിയോജിപ്പാണ് കരടിനെ എതിർക്കാനുള്ള പ്രധാന കാരണമായി US ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂമിയെ സംരക്ഷിക്കുന്നതിനും സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പരിസ്ഥിതി ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയാർത്ഥം ന്യൂഡൽഹിയിലെ വസതിയിൽ പ്രധാനമന്ത്രി വൃക്ഷത്തൈ നട്ടു.
സംസ്ഥാനത്തും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ. നാടിന്റെ വികസനം പ്രകൃതി സൌഹാർദ്ദം മുൻനിർത്തിയുള്ളതാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭീകരവാദത്തെ തടയാൻ പാകിസ്ഥാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്താത്ത പക്ഷം ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാവില്ലെന്ന് കോൺഗ്രസ് എംപി ശശി തരൂർ. കത്ര ബാരാമുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നാളെ ജമ്മുകാശ്മീരിൽ നിർവഹിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അസമിൽ പ്രളയ സാഹചര്യം രൂക്ഷം. 6 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.